ഇപ്പോഴാണ് അഹാന കൃഷ്ണയുടെ കസിനായ തൻവി ഘോഷ് ആ കുട്ടിയുടെ ഒരു വീഡിയോ കാണാനിടയായി. ആ കുട്ടി ഇന്നലെ എന്തോ റിലീസ് ചെയ്ത ഒരു വീഡിയോ ആണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് ഇന്നലെയാണ് തോന്നുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ ഇളയ ഒരു കൊച്ചു മോളുണ്ട്. അതിന് 3 മാസമോ 4 മാസമോ എന്തോ പ്രായമാണ്. ആ കുഞ്ഞിൻ്റെ ദേഹത്ത് മുഴുവൻ റാഷസ് വന്നിരിക്കുന്നു. ആ കുട്ടി ഇവിടെ വന്നതിൽ പിന്നീട് ആ വീട്ടിൽ താമസമാക്കിയ പിന്നീടാണ് ഇത്തരത്തിൽ വന്നത് എന്ന് പറയുന്നു. ഏതായാലും കുറേ നാളായി ആ വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ ഇപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ഭയങ്കരമായിട്ട് റാഷസ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഈ കുട്ടി കാനഡയിൽ നിന്ന് ഗ്രാൻഡ് മദറിനെ നോക്കാൻ വേണ്ടിയാണ് ആ വീട്ടിൽ വന്നത്. അതുപോലെ മൂത്ത മോൻ്റെ ചികിത്സയുടെ ആവശ്യമായിട്ടാണ് ആ വീട്ടിൽ, അതായത് അമ്മൂമ്മയുടെ ഒപ്പം വന്ന് താമസിക്കാൻ ഇടയായതെന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ ഏതായാലും ആ കുട്ടി ഇപ്പോൾ ആ വീട് വിട്ട് വേറൊരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കാൻ ആലോചിക്കുകയാണ്. അതായത് ഈ കുട്ടിക്ക് അവിടെ നിന്നിട്ടാണ് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ഇത്തരം മാർക്സ് വരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാറി താമസിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിച്ചാൽ, ഈ പുറത്ത് താമസിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് സാധാരണയായിട്ട് ഇങ്ങനെ വരുന്ന ഒന്നാണ് ഈ റാഷസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ കുത്തിയ പോലെ, കൊതുക് കുത്തിയ പോലെയുള്ള മാർക്സ്. കൊതുക് ഇല്ലായിരിക്കും, എന്നാലും ഈ കൊതുക് കുത്തിയ പോലത്തെ പാടുകൾ ഇത്തരത്തിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട്. അതായത് പുറത്ത് US ആയിക്കോട്ടെ, കാനഡ, എവിടെ ആയിരുന്നാലും, ദുബായോ എവിടെ നിന്ന് നാട്ടിൽ വന്നാലും ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ കോട്ടൺ ഉടുപ്പ്, അതായത് ഫുള്ളി കവേർഡ് ബോഡി കവർ ചെയ്യുന്ന തരത്തിലുള്ള ഉടുപ്പുകൾ ഇടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഈ കുഞ്ഞുങ്ങൾ നാട്ടിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ജീവിച്ച് അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. ആ കുട്ടിയുടെ കാര്യത്തിൽ അവരുടെ വീട്ടിൽ ബാക്കി ആർക്കും അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. ഈ കൊച്ചു കുഞ്ഞിന് മാത്രമാണ് ഇത്തരത്തിൽ ഈ കടിച്ച പാട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഈ കൊച്ചു കുഞ്ഞിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് വിത്തിൻ ഒരു 3-4 മന്ത്സിനുള്ളിൽ അത് നാച്ചുറലി ആ കുഞ്ഞ് എത്ര മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് അത് മാറിക്കോളും. അതുപോലെ ഈ ചുറ്റിനുമുള്ള ഈ പുറത്തൊക്കെ കളിക്കാനോ അല്ലെങ്കിൽ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കത്തില്ല, പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഈ കൊതുക് കുത്താനുള്ള ചാൻസ് ഉണ്ട്. കൊതുകോ അല്ലെങ്കിൽ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഇതൊന്നും അത് ബാധിക്കത്തില്ലെന്ന് വെച്ചാൽ, നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇനിയും ഈ ഒരു വീഡിയോ ഇറങ്ങിയ ഉടനെ ഈ കുട്ടി എന്തോ അമ്മൂമ്മയുമായിട്ട് അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മ കഴിഞ്ഞ മാസം ഈ കുട്ടി കഴിഞ്ഞ മാസമാണ്, ഒരു 2 മാസമായി കാണുമെന്ന് തോന്നുന്നു ഈ കുട്ടി ഇങ്ങനെ വന്ന് താമസിച്ചത്, കാനഡയിൽ നിന്ന് വന്ന് താമസിച്ചിട്ട്. അപ്പോൾ ഈ താമസിച്ച സമയത്ത് ഈ കുട്ടി പറഞ്ഞ അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ അഹാന കൃഷ്ണ അതായത് പോസ്റ്റ് ചെയ്തു. അതായത് ഈ ഒരു ഗ്രാൻഡ് മദർ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേഴ്സണാണ്. ആ കുട്ടിക്കും അതുപോലെ ആ കുട്ടിയുടെ മദറിനും അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ലാംഗ്വേജിൽ ഈ ഒരു ഗ്രാൻഡ് മദർ അവരോട് സംസാരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടുള്ള മനപ്രയാസം കാരണമാണ് അവർക്ക് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ പോകാത്തത് എന്ന തരത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത്, ഈ കുട്ടിയും അതുപോലെ ഇപ്പോൾ ഈ ഗ്രാൻഡ് മദറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വേറൊരു വാടക വീട്ടിലോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതായാലും എന്താണ് അതിലെ സത്യമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് അമ്മൂമ്മയുമായിട്ട് എല്ലാവരുടെയും ഈ ട്രോൾ ചെയ്യുന്നവരുടെയൊക്കെ ഹെഡിങ് അമ്മൂമ്മയുമായിട്ട് അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആണ് പറയുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ ആ കുട്ടിയെ കണ്ടപ്പോൾ, ആ കുട്ടി വീഡിയോ ചെയ്തപ്പോൾ, ആ കുട്ടി കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ആ കുട്ടി വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടി കരയുവാണ്. ആ കൊച്ചു കുഞ്ഞിന് ഇങ്ങനെ ആയല്ലോ, ആ കുഞ്ഞ് രാത്രി ഉറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ആയാലും നമ്മൾ സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു അടുത്ത് സമാധാനമില്ലാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രാൻഡ് മദർ കാരണമായിരിക്കും ഉള്ള പ്രശ്നം കാരണമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ രോഗം കാരണം കൺസേൺഡ് ആയിട്ടായിരിക്കാം ഈ കുട്ടി വളരെ അത്തരത്തിൽ സമാധാനക്കേടോടുകൂടി ആ വീട്ടിലിരുന്നാൽ അത് അൾട്ടിമേറ്റ്ലി വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. അപ്പോൾ ഈ സമാധാനക്കേട് കുറവുള്ളിടത്തു നിന്ന് കുറച്ചൊന്ന് മാറി നിന്നാൽ ഷി വിൽ ബി ഫൈൻ. അപ്പോൾ ആ കുട്ടി എടുത്തിരിക്കുന്ന ഡിസിഷൻ കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ഗ്രാൻഡ് മദറിനെ നോക്കാൻ ഒരാളെ നിർത്തുന്നു എന്നും പറയുന്നു. അപ്പോൾ അതും ആ കാര്യത്തിലും സേഫാണ്.
അപ്പോൾ ഇനി ഈ കുട്ടി അഹാന പറഞ്ഞിരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അഹാന പറഞ്ഞത്, അതായത് ഈ ഗ്രാൻഡ് ഫാദറിനെ നോക്കാൻ വേണ്ടി പല ആൾക്കാരെയും നിർത്തിയെങ്കിലും അവരെ ഒന്നും അവിടെ നിൽക്കാൻ ഈ ഗ്രാൻഡ് മദർ സമ്മതിച്ചിട്ടില്ല. അതിന് കാരണം ഈ ഗ്രാൻഡ് മദറിന് OCD ഉണ്ടെന്നും പലരും വന്ന് ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ഈ കുട്ടിക്ക് എങ്ങനെ ഒരാളെ നിർത്താൻ പറ്റും എന്നുള്ള ഒരു ചോദ്യവും വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആ കുട്ടിക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ രക്ഷപ്പെടുക എന്നല്ല, ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി ഉള്ള ഒരിടത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് സ്വൈരതക്കേട് നഷ്ടപ്പെടുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൽക്കുന്ന മനുഷ്യർക്ക് അൾട്ടിമേറ്റ്ലി വേണ്ട ഒരു സമാധാനമാണ്. അതും രാത്രി ഒന്നും ഈ കൊച്ചു കുഞ്ഞ് ഉറങ്ങുന്നില്ലെങ്കിൽ, അപ്പോൾ ഈ രാത്രി മുഴുവനും ഉറങ്ങാതെ ഈ അമ്മയും ഇരിക്കുകയാണെങ്കിൽ രാവിലെ പിന്നെ ഈ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. രാവിലെ എഴുന്നേറ്റാലും തലവേദന എടുക്കും, അതുപോലെ തലയ്ക്ക് പെരുപ്പ് അനുഭവപ്പെടും, അതുപോലെ ഈ ഡേ ടൈം എല്ലാം വളരെ സ്ട്രെസ്ഡായിട്ട് ഇരിക്കും. അപ്പോൾ ആ കുട്ടി ഈ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഈ ഗ്രാൻഡ് മദറിനെ നോക്കാനും പറ്റത്തില്ല. അത് മാത്രമല്ല, ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഏതെങ്കിലും ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെ ഈ കുട്ടിക്ക് സമാധാനം കിട്ടുന്നോ അവിടെ നിൽക്കുക. ആളുകൾ എന്ത് പറയും എന്ന് നോക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗ്രാൻഡ് മദറിൻ്റെ ഇപ്പോൾ ഈ ഒരു ക്യാമറ വെച്ചോ അങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒരു സൈക്കാട്രിസ്റ്റിനോടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്നവരോടോ ചെന്ന് ഗ്രാൻഡ് മദറിൻ്റെ പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളത് പറയും. അവരെ എങ്ങനെ കെയർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യരുടെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും സമാധാനം കിട്ടുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ചില മനുഷ്യരുടെ കൂടെ നിൽക്കുമ്പോൾ സമാധാനം കിട്ടും. അങ്ങനെയൊക്കെ കാണും. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്ന ഇടത്ത് നിന്നാലേ നമ്മുടെ ചുറ്റിനുമുള്ളവർക്കും സമാധാനം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് എവിടെ സമാധാനം കിട്ടുന്നോ ആ കൊച്ചു കുഞ്ഞിൻ്റെ ഹെൽത്ത്, അതുപോലെ ആ കുട്ടിക്ക് മെൻ്റൽ ഹെൽത്ത്, അതൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന അത് ഒക്കെ നല്ല രീതിയിൽ പോകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് ആ കുട്ടി എടുക്കേണ്ടത്. പിന്നെ ഈ യൂട്യൂബിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. അത് അധികം നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ട്രോൾസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു മെൻ്റലി ഡൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കുക, ഇതൊന്നും നോക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടും എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.